welcome back to Mrs. Malabar. അപ്പോൾ ഇന്ന് ഞാൻ കുനാഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് മുന്നേ ഞാനൊരു കുനാഫിൻ്റെ റെസിപ്പി ചെയ്തിരുന്നു, പക്ഷെ അത് സേമിയ വെച്ചിട്ടാണ് ചെയ്തത്. അതിനുശേഷം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഒറിജിനൽ കുനാഫിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന് വെച്ചിട്ട്. പക്ഷേ ഈ കുനാഫ ഡോ അങ്ങനെ അവൈലബിൾ അല്ലേനു. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ അത് വെച്ചിട്ടൊന്ന് കുനാഫ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നമുക്ക് ഈ കുനാഫ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നോക്കിയിട്ട് വരാം. ആദ്യം നമ്മൾ കുനാഫിൻ്റെ അകത്ത് വെക്കാനുള്ള ആ ഒരു ക്രീമാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പിലും കുറച്ച് കുറവ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലൊന്ന് ചൂടായി വരുന്ന നേരം നമുക്ക് ഈ കുനാഫിൻ്റെ ഡോ ഒന്നിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പാക്കറ്റിലാക്കിയിട്ട് അധികം സൂപ്പർ മാർക്കറ്റ്സിലും ഇപ്പോൾ കിട്ടാനുണ്ട്. ഇങ്ങനെ പാക്കറ്റ്സിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂസേൻ്റെ ഷീറ്റ് വരില്ലേ, ആ ഒരു പാക്കറ്റ്സിലൊക്കെ ആയിട്ടാണ് ഈ കുനാഫിൻ്റെ ഡോ കിട്ടാനുള്ളത്. ഇത് 250 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു മീഡിയം സൈസുള്ള 2-3 കുനാഫ വരെ ഉണ്ടാക്കാൻ പറ്റും. ഞാനതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് മുറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളത് കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. ബട്ടർ ഞാനൊരു 50 ഗ്രാമിലും കൂടുതൽ ചേർക്കുന്നുണ്ട്. ഒരു 75 ഗ്രാമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പം ഇത് കുറച്ച് സമയം പുറത്ത് വെച്ച ബട്ടർ ആയതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ഇട്ട് കൊടുത്തത്. നമ്മൾ ശരിക്കും മെൽറ്റ് ചെയ്തിട്ട് വേണം ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ബട്ടറും കുനാഫിൻ്റെ ഡോയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ബട്ടർ കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ട് അത് കുനാഫിൻ്റെ ഡോയിൽ വെച്ച് റബ്ബ് ചെയ്ത് അങ്ങനെ ആക്കിയെടുത്താൽ മതി. അങ്ങനെ ബട്ടർ ഡോയിൽ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ പാല് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുക്കിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് റിച്ചിൻ്റെ കുക്കിംഗ് ക്രീമാണ്. ഒരു 1/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അമൂലിൻ്റെതോ അങ്ങനെ ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം. ഫ്രഷ് ക്രീമോ കുക്കിംഗ് ക്രീമോ അങ്ങനെ ഏതും എടുക്കാം. ഇനി നമുക്ക് ഈ ക്രീമും പാലും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം ആ പാൽപ്പൊടിൻ്റെ ഫ്ലേവർ വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഞാനൊരു 1.5 സ്പൂണ് കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ഈ പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വെക്കുക. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ ക്രീമിൻ്റെ മിക്സ് അത്യാവശ്യം കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പം ഇതിനേക്കാളും കട്ടി കൂടും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് അതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇതിപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. 1 കപ്പ് പഞ്ചസാരയിലേക്ക് കറക്റ്റ് 1 കപ്പ് തന്നെ വെള്ളം ചേർത്തിട്ട് അത് രണ്ടും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്ത് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി. ഇപ്പോൾ നമ്മുടെ ക്രീമൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുനാഫ സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ചീസ് എടുത്താണ്. മോസറല്ല ചീസാണ്. ഇത്രയും എടുത്തിട്ടുണ്ട്. ചീസ് വരുമ്പം കുനാഫക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ ആ ചീസ് പുള്ളൊക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ കുനാഫ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അലുമിനിയം ഫോയിലിൻ്റെ ഒരു കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ട്രെസ്ലെച്ചസും പിന്നെ കുനാഫയൊക്കെ കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് കണ്ടെയ്നറാണ്. ഇതിലേക്ക് ഫസ്റ്റായിട്ട് നമ്മൾ നേരത്തെ ബട്ടർ ചേർത്ത് റബ്ബ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കുനാഫ ഡോ ഒരു ലെയർ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഡോ വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് സൈഡിലേക്ക് കയറ്റിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കണ്ടേ. അപ്പം സൈഡിലൊക്കെ ആ ഡോ ഇങ്ങനെ കുറച്ച് പൊന്തി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് കുറച്ച് മോസറല്ല ചീസ് എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അവിടെയും ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ക്രീം ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. ക്രീം വല്ലാണ്ട് സെറ്റായപ്പോൾ ഞാനൊരു ഇത്തിരി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇട്ട് കൊടുക്കണേ. ക്രീം വെച്ച് കൊടുക്കുമ്പം സൈഡിലേക്ക് വല്ലാതെ ആക്കാതെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് മോസറല്ല ചീസ് ഇതിൻ്റെ മേലെയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഡോ ഇതിൻ്റെ മേലായിട്ട് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക.
സൈഡ്സിലൊക്കെ നല്ലോണം പ്രസ് ചെയ്തിട്ട് ഡോ നല്ല സെറ്റാക്കി വെക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കേക്ക് ചെയ്യണ പോലെ തന്നെയാണ് ഈ കുനാഫയും ബേക്ക് ചെയ്തെടുക്കാൻ പോണത്. ഒരു വലിയ ചെമ്പിൻ്റെ ഉള്ളിൽ ചെറിയൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലേക്കാണ് ഈ കുനാഫ ആക്കി വെച്ചിട്ടുള്ള പാത്രം വെച്ച് കൊടുത്തത്. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 25 മിനിറ്റ് വരെ ഒരു സൈഡ് കുക്ക് ചെയ്തെടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. തീ കൂട്ടിക്കഴിഞ്ഞാൽ കുനാഫൻ്റെ അടിഭാഗം കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ കളർ കിട്ടും. അങ്ങനെ ഞാനൊരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കി. അപ്പോൾ ഇതിൻ്റെ സൈഡ്സൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഈ മേൽഭാഗവും കളറൊന്ന് മാറാനുണ്ട്. ഇത് ഞാൻ ഫ്രൈങ് പാനിലേക്കാണ് മറിച്ചിട്ട് കൊടുക്കുന്നത്. നമ്മൾ വേറെ ഓയിലോ ബട്ടറോ അങ്ങനെ ഒന്നും തടവേണ്ട ആവശ്യമില്ല. നേരെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ കുനാഫൻ്റെ അടിഭാഗം നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇത്തിരി നേരം കൂടെ കൂട്ടി വെച്ച് കൊടുത്താൽ മതി. ഇനി ഈ സൈഡും ജസ്റ്റ് ഒന്ന് കളർ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കവർ ചെയ്ത് വെക്കാം. അങ്ങനെ ഈ സൈഡും ഒരു ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇനി ഞാനത് ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കുകയാണ്. അങ്ങനെ തന്നെ നമ്മുടെ കുനാഫ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഷുഗർ സിറപ്പ് വേറൊരു മഗ്ഗിലേക്ക് ആക്കി കൊടുക്കുകയാണ്. പിന്നെ ഈ കുനാഫ നല്ല ചൂടോടെ തന്നെ കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. തണുത്ത് കഴിഞ്ഞാൽ ചീസൊക്കെ തണുത്ത് പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക. കുനാഫ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചെടുത്തേണ്. അത് ഇങ്ങനെ മുകളിലായിട്ട് വിതറി കൊടുക്കുന്നുണ്ട്. കുനാഫ ഉണ്ടാക്കാൻ ഇത്രയും ഈസിയാണ്. നമുക്ക് ഇൻഗ്രീഡിയൻസ് കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് കുനാഫ. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഷുഗർ സിറപ്പ് ഇതിൻ്റെ മേലായിട്ട് ഒഴിക്കണം. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.